ഡ്രൈവിംഗ് ലൈസൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവധി തീരുന്നതുവരെ ലൈസൻസ് ഉപയോഗിച്ച് പ്രവാസികൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെന്നാണ് റോയൽ ഒമാൻ പോലീസിന്റെ വിശദീകരണം. ഒരാളുടെ റെസിഡൻസ് വിസ കാലാവധി കഴിയുന്നതുവരെ ഡ്രൈവിംഗ് ലൈസൻസിനെ ബാധിക്കില്ല. വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാലും പുതുക്കാൻ കഴിയും. ലൈസൻസ് പുതുക്കുന്നതിന് വീണ്ടും ടെസ്റ്റ് നടത്തേണ്ടതില്ല. അതേസമയം പ്രവാസി രാജ്യം വിട്ടാൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്മേലുള്ള മുഴുവൻ പിഴകൾക്കും നിയമലംഘനങ്ങൾക്കും സ്പോൺസറോ കമ്പനിയോ ഉത്തരവാദിയായിരിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വിശദീകരിച്ചു. ലൈസൻസിലെ പിഴയും മറ്റ് കുടിശ്ശികയും തീർക്കാതെ ഒരാൾക്ക് രാജ്യത്തിന് പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പണം നൽകാതെ രാജ്യം വിടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയരുന്നില്ലെന്നും പോലീസ് വിശദീകരിച്ചു. 6 മാസത്തിലധികം പ്രവാസി ഒമാനിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് സ്വമേധയാ ഇല്ലാതാകും. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെടില്ല. ഒമാനിലെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രവാസികളുടെ സിവിൽ നമ്പറുമായും കമ്പനിയുടെയോ സ്പോൺസറുടെയോ വാണിജ്യ രജിസ്ട്രേഷൻ നമ്പറുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ റെസിഡൻസ് പെർമിറ്റിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.